ഹായ്, ഞാൻ ഫൈസ്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. മെക്സവൻ്റെ രാവിലത്തെ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റാണ്. ഇതുവരെ 36 രാജ്യങ്ങൾ സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ യാത്ര ഇന്ത്യ ടു സിംഗപ്പൂർ ആയിരുന്നു 2019. അതിനുശേഷം കൊറോണയ്ക്ക് ശേഷം ഇന്ത്യ ടു ലണ്ടൻ ടു പാരീസ് ഒളിമ്പിക്സ് യാത്ര കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നതാണ്. യാത്രയുടെ ഭാഗമായിട്ട് എനിക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്, ഭാരതീയ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത യാത്ര അമേരിക്കയാണ്. അമേരിക്കക്കുള്ള വിസക്ക് കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സൈക്കിളിൽ സഞ്ചരിക്കണമെന്നാണ് ആഗ്രഹം. ഇതുവരെ 160ഓളം രാജ്യങ്ങൾ ഇനി ബാക്കി കിടക്കുന്നുണ്ട്. യാത്രയിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് നിങ്ങളുടെ കൂടെയുള്ള ആഷിർക്ക. എനിക്ക് ചില രാജ്യത്തിൻ്റെ വിസയൊക്കെ അദ്ദേഹമാണ് റെഡിയാക്കി തന്നത്. എന്തായാലും തുടർന്ന് അങ്ങോട്ടും യാത്രയിലുടനീളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഇത് ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയാണ്, അപകടം പിടിച്ച യാത്രയാണ്. ടെൻ്റ് അടിച്ചാണ് താമസിക്കുക, പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ. അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. 1-2 തവണ എൻ്റെ പേഴ്സ് മിസ്സായിട്ടുണ്ട്. പിന്നെ ഒരു തവണ എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം. ഞാൻ പോയ രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞുതരാം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ. പിന്നെ ഇപ്പോൾ പോയത് ലണ്ടനിലേക്ക് പോയ രാജ്യങ്ങൾ ഇന്ത്യ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ്, ഇറാൻ, അർമേനിയ, ജോർജിയ, ടർക്കി, ഗ്രീസ്, നോർത്ത് മാസിഡോണിയ, സെർബിയ, ക്രൊയേഷ്യ, സ്ലോവേനിയ, ഹംഗറി, സ്ലോവാക്യ, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, ഫ്രാൻസ്, UK. ഈ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കിയുള്ള യാത്രയിൽ നിന്ന് എന്താണ് ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? നമുക്ക് ഓരോ നിമിഷവും ഓരോ സ്ഥലവും നമുക്കിങ്ങനെ തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു കാറിലും ബൈക്കിലും പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ നടക്കില്ല. പക്ഷെ സൈക്കിളാകുമ്പോൾ ഏകദേശം ഒരു 15 km/h സ്പീഡിലാണ് പോവുക. അപ്പോൾ ഓരോരുത്തരെ കണ്ടിട്ട് ഓരോരുത്തരെ വിഷ് ചെയ്തിട്ടും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തൊട്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിക്ക് ഒരു കോട്ടവും തെറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് സൈക്കിൾ. എൻ്റെ ഈ യാത്രയിൽ ഞാൻ കുറച്ച് മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. വേൾഡ് പീസ്, ഹെൽത്ത് കെയർ, സീറോ കാർബൺ, ആൻറ്റി ഡ്രഗ്സ്. യാത്രയിലുടനീളം സ്കൂളുകൾ വിസിറ്റ് ചെയ്ത് അവിടെയുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ടാണ് യാത്ര പോയത്. കൂടാതെ ഇന്ത്യൻ എംബസി, ഓരോ രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ അവിടെ അംബാസിഡർമാരെ കണ്ട് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് യാത്ര പോയത്. മാരീഡാണ്, 2 കുട്ടികളുണ്ട്, വൈഫ് ഡോക്ടറാണ്, ഊർക്കിൽ വർക്ക് ചെയ്യാണ്. യാത്രയിൽ കണ്ട പ്രമുഖ വ്യക്തികൾ ക്രിസ് ഗെയിൽ, ഹർഭജൻ സിംഗ്, സുരേഷ് റൈന, യൂസഫ് പഠാൻ, പിന്നെ യൂസഫ് അലി സാറ്. അങ്ങനെ ഒരുപാട് ആളുകളെ യാത്രയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെ? ചില രാജ്യങ്ങളിൽ ഇപ്പം അർമേനിയ ആണെങ്കിൽ അവിടെ റേസിസം ഉണ്ട്. നമ്മളെ ഒരു സംശയത്തോടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അർമേനിയ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട രാജ്യം. ഡെൻമാർക്കും നെതർലാൻഡ്, ടർക്കി, ഈ 3 രാജ്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം. ഇന്ത്യക്കാരോട് ഏറ്റവും സ്നേഹമുള്ള രാജ്യത? ഇറാനികൾക്ക് നല്ല സ്നേഹമാണ് ഇന്ത്യക്കാരോട്. ഇറാഖികൾക്കും കുഴപ്പമില്ല, നല്ല സ്നേഹമാണ്. അവരൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ നോമ്പിന് ഇറാഖിലായിരുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ നോമ്പൊക്കെ തുറന്ന്. അവർ ഷിയാക്കളാണ് ഇറാഖിലുണ്ടാവുക. പക്ഷെ അവരുടെ നമ്മളെ ആചാരം പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ഇറാഖിലൂടെയുള്ള യാത്രകളൊക്കെ. എത്ര സമയം എടുത്തു? 2 വർഷം സമയമെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് 2 വട്ടം വിസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരണം. നമുക്ക് വേറൊരു രാജ്യത്തു നിന്ന് റെഡിയാക്കാൻ പറ്റില്ല. കാരണം 2 വർഷത്തെ യാത്ര ആയതുകൊണ്ട് വിസക്കൊരു വാലിഡിറ്റി. അവിടെ തണുപ്പ് കാലത്ത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വന്ന് അത് ശരിയാക്കിയിട്ട് വേണം. ഇന്ത്യയിൽ വന്ന് തിരിച്ച് സൈക്കിളിൽ തന്നെയാണ്? അല്ലല്ല, സൈക്കിള് ആദ്യം കുവൈത്തിൽ നിന്നാണ് വന്നത്. കുവൈത്തിൽ സൈക്കിൾ വെച്ച് ഇന്ത്യയിൽ വന്ന് വിസ റെഡിയാക്കിയിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ ജർമ്മനിയിൽ സൈക്കിൾ വെച്ച് ഇന്ത്യയിൽ വന്ന് തിരിച്ച് ജർമ്മനിക്ക് പോയിട്ട് കണ്ടിന്യൂ ചെയ്തു. സ്പോൺസേഴ്സ് ഉണ്ട്? മെയിൻ സ്പോൺസേഴ്സ് ഇല്ല, സപ്പോർട്ടിങ് സ്പോൺസേഴ്സ് ആയിരുന്നു. എമിറേറ്റ്സ് ഫസ്റ്റ്, പാരാജോണാണ് എനിക്ക് സൈക്കിൾ പ്രൊവൈഡ് ചെയ്തത്. സൈക്കിളിന് ഏകദേശം 2.5 ലക്ഷം രൂപ. എത്രാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങിയത്? ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ഞാൻ വിപ്രോയിലെ എഞ്ചിനീയർ ആയിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു 4 വർഷം. ഉപ്പൊക്കെ വയ്യാതെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിൽ വന്നു. പിന്നെ 3 വർഷം ഉപ്പയുടെ കൂടെയായിരുന്നു. ഉപ്പയുടെ മരണശേഷം ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പൈസ അല്ല. അതാണ് നമ്മളെല്ലാവരും കൂടുന്നത്. ഇവിടെ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്.
വെയിറ്റ് കൂടും. തൈറോയിഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് വെയിറ്റ് കുറയും, ഒന്ന് വെയിറ്റ് കൂടും. എനിക്ക് വെയിറ്റ് കൂടുന്ന തൈറോയിഡാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. അങ്ങനെയാണ് ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഈ ലോകത്ത് ഇട്ടേക്കുക എന്നുള്ളത്. വയസ്സ് ഇത് തുടങ്ങുമ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു. എത്ര കിലോ കുറഞ്ഞ്? ഇല്ല, എനിക്ക് കുറയില്ല. എനിക്ക് ഈ ഒരു ഇതിൽ കുറഞ്ഞില്ല തടി, പക്ഷേ വയറ് കൂടുതല 105 കിലോ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങും. കുറയും, പക്ഷെ അതേപോലെ പെട്ടെന്ന് കൂടും. ഞാൻ ഈ യാത്രയിൽ കുറച്ച് തടിയൊക്കെ ലണ്ടനിലെത്തി 1.5 മാസം അവിടെ നിന്നപ്പോഴേക്കും അവിടെയുള്ള ആളുകളുടെ സ്വീകരണവും സ്നേഹമൊക്കെ കിട്ടും. ആ ഒരു 4-5 കിലോ പെട്ടെന്ന് കൂടി. പെട്ടെന്ന് കൂടും, പക്ഷെ കുറയാൻ ഒരുപാട് സഹനശക്തിയും ദഹനശക്തിയും കൂടണം. യാത്രയിൽ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? യാത്രയിൽ ഒരു ദിവസം ഡെൻമാർക്കിലൂടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മയും മകളും എന്നെ കണ്ടിട്ട് റോഡ് സൈഡിൽ എന്നെ കാത്തു നിന്നു. അവർക്ക് എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ അറിയണം. സാധാരണ ഡെൻമാർക്കുകാർ ഒരു അപരിചിതരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറില്ല, ഒരിക്കലും ക്ഷണിക്കില്ല. ഈ 3 രാജ്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം. ഇന്ത്യക്കാരോട് ഏറ്റവും സ്നേഹമുള്ള രാജ്യം ഏതാ? ഇറാനികൾക്ക് നല്ല സ്നേഹമാണ്. ഇന്ത്യക്കാരുടെ ഇറാഖികൾക്കും കുഴപ്പമില്ല, നല്ല സ്നേഹമാണ്. അവരൊക്കെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ നോമ്പിന് ഇറാഖിലായിരുന്നു. അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ നോമ്പൊക്കെ തുറന്ന്. അവർ ഷിയാക്കളാണ് ഇറാഖിലുണ്ടാവുക. പക്ഷെ അവരുടെ ഒരു നമ്മളെ ആചാരം പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു ഇറാഖിലൂടെയുള്ള യാത്രകളൊക്കെ. എത്ര സമയം എടുത്തു? 2 വർഷം സമയമെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് 2 വട്ടം വിസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരണം. നമുക്ക് വേറൊരു രാജ്യത്തു നിന്ന് റെഡിയാക്കാൻ പറ്റില്ല, കാരണം 2 വർഷത്തെ യാത്ര ആയതുകൊണ്ട് വിസത്തൊരു വാലിഡിറ്റി. സീസ അവിടെ തണുപ്പ് കാലത്ത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വന്ന് അത് ശരിയാക്കിയിട്ട് വേണം. ഇന്ത്യയിൽ വന്ന് തിരിച്ച് സൈക്കിളിൽ തന്നെയാണ്? അല്ലല്ല, സൈക്കിള് ആദ്യം കുവൈത്തിൽ നിന്നാണ് വന്നത്. കുവൈത്തിൽ സൈക്കിൾ വെച്ച് ഇന്ത്യയിൽ വന്ന് വിസ റെഡിയാക്കിയിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ ജർമ്മനിയിൽ സൈക്കിൾ വെച്ച് ഇന്ത്യയിൽ വന്ന് തിരിച്ച് ജർമ്മനിക്ക് പോയിട്ട് കണ്ടിന്യൂ ചെയ്തു. സ്പോൺസേഴ്സ് ഉണ്ട്? മെയിൻ സ്പോൺസേഴ്സ് ഇല്ല, സപ്പോർട്ടിംഗ് സ്പോൺസേഴ്സ് ആയിരുന്നു. എമിറേറ്റ്സ് ഫസ്റ്റ്, പാരാജോണാണ് എനിക്ക് സൈക്കിൾ പ്രൊവൈഡ് ചെയ്തത്. സൈക്കിളിന് ഏകദേശം 2.5 ലക്ഷം രൂപ. എത്രാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങിയത്? ഞാൻ എൻ്റെ 32ാമത്തെ വയസ്സിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കാരണം ഞാൻ വിപ്രോയിൽ എഞ്ചിനീയർ ആയിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു 4 വർഷം. ഉപ്പൊക്കെ വയ്യാതെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ജോലിയൊക്കെ രാജിവെച്ച് നാട്ടിൽ വന്നു. പിന്നെ 3 വർഷം ഉപ്പയുടെ കൂടെയായിരുന്നു. ഉപ്പയുടെ മരണശേഷം ഞാൻ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പൈസ അല്ല. അതാണ് നമ്മളെല്ലാവരും കൂടുന്നത്. ഇവിടെ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, വെയിറ്റ് കൂടും. തൈറോയിഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ടൈപ്പാണ്. ഒന്ന് വെയിറ്റ് കുറയും, ഒന്ന് വെയിറ്റ് കൂടും. എനിക്ക് വെയിറ്റ് കൂടുന്ന തൈറോയിഡാണ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. അങ്ങനെയാണ് ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഈ ലോകത്ത് ഇട്ടേക്കുക എന്നുള്ളത്. വയസ്സ് ഇത് തുടങ്ങുമ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു. എത്ര കിലോ കുറഞ്ഞ്? ഇല്ല, എനിക്ക് കുറയില്ല. എനിക്ക് ഈ ഒരു ഇതിൽ കുറഞ്ഞില്ല തടി, പക്ഷേ വയറ് കൂടുതല 105 കിലോ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങും. കുറയും, പക്ഷെ അതേപോലെ പെട്ടെന്ന് കൂടും. ഞാൻ ഈ യാത്രയിൽ കുറച്ച് തടിയൊക്കെ ലണ്ടനിലെത്തി 1.5 മാസം അവിടെ നിന്നപ്പോഴേക്കും അവിടെയുള്ള ആളുകളുടെ സ്വീകരണവും സ്നേഹമൊക്കെ കിട്ടും. ആ ഒരു 4-5 കിലോ പെട്ടെന്ന് കൂടി. പെട്ടെന്ന് കൂടും, പക്ഷെ കുറയാൻ ഒരുപാട്. സഹനശക്തിയും ദഹനശക്തിയും കൂടണം. യാത്രയിൽ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? യാത്രയിൽ ഒരു ദിവസം ഡെൻമാർക്കിലൂടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മയും മകളും എന്നെ കണ്ടിട്ട് റോഡ് സൈഡിൽ എന്നെ കാത്തു നിന്നു. അവർക്ക് എൻ്റെ യാത്രയുടെ വിശേഷങ്ങൾ അറിയണം. സാധാരണ ഡെൻമാർക്കുകാർ ഒരു അപരിചിതരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറില്ല, ഒരിക്കലും ക്ഷണിക്കില്ല. പക്ഷെ എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അന്ന് അവിടെ താമസിക്കാനും എനിക്കുള്ള ഡിന്നർ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തു തന്നു. ഞാനിത് അംബാസിഡറോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോർമലി അവിടെ അങ്ങനെ ആരും അപരിചിതരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറില്ല. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ ഒരു അനുഭവം എപ്പോഴും മനസ്സിൽ തട്ടി. ഓക്കെ, അപ്പോൾ നാളെ നേരത്തെ വരിക 6:15. ശരി.